കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്രധാന അതിഥി തിരുവനന്തപുരം മലങ്കര മേജർ സെമിനാരിയുടെ റെക്ടർ ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ സണ്ണി മാത്യു അച്ഛനാണ്. അച്ഛ ബാറക്കുമോ സ്ലോമോ. അച്ഛ, ഈ നീണ്ട 11 വർഷത്തെ പരിശീലനം, അപ്പോൾ സാധാരണക്കാർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ 11 വർഷം കൊണ്ട് പഠിക്കുന്ന ഏക കാര്യം ഈ കൂദാശ അനുഷ്ഠാനങ്ങൾ, പരിശുദ്ധ കുർബാന എങ്ങനെയാണ് അർപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിച്ചിറങ്ങുന്നതാണ് സാധാരണക്കാർ. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ഇത്രയും സമയം വേണം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ 11 വർഷത്തിനിടയിൽ ഈ ഒരു സെമിനാരിക്കാരനെ നമ്മൾ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്നത്? ഒരു കണക്കിൽ നമ്മുടെ സാധാരണ ആളുകൾ ചിന്തിക്കുന്നത് ശരിയാണ്, കുർബാന ചൊല്ലാനാണ് പഠിക്കുന്നത്. പക്ഷേ ആ കുർബാന അല്ലെ കൂദാശകൾ ശരിയായി പരികർമ്മം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നീണ്ട ഒരു പരിശീലനം ആവശ്യമാണ്. കാരണം കുർബാന എന്ന് പറയുന്നത് പുസ്തകം നോക്കി കുറച്ച് പ്രാർത്ഥനകൾ വായിക്കലല്ലല്ലോ, ഒരു പാട്ടുപാടലല്ലല്ലോ. കുർബാന എന്താണ് എന്ന് മനസ്സിലാക്കി, സഭ എന്താണ് എന്ന് മനസ്സിലാക്കി, മറ്റു കൂദാശകളെ അതിൻ്റെ അർത്ഥത്തിൽ പരികർമ്മം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവുക. ഇതാണെങ്കിൽ പരിശീലനം അത് അവർ നമ്മുടെ ആളുകൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിയാണ്. പക്ഷേ അത് എത്ര സമയമെടുക്കും അതിനുവേണ്ടി ഒരുങ്ങാൻ എന്നുള്ളതാണ്. ഒരു നീണ്ട കാലഘട്ടമാണ് ആവശ്യമാണ്. ഞാനിപ്പോൾ അത് അല്പം വിശദമായിട്ട് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്തായിട്ട് BAയും അതിന് മേളിലുള്ള വിദ്യാഭ്യാസ യോഗ്യതകളും, ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ അതിന് മേളിൽ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉള്ള ഒരുപാട് ശമാശന്മാർ സെമിനാരി വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ധാരാളം കുട്ടികൾ SSLCയും +2 ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആളുകളുമാണ്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് വരുന്ന ഒരു വിദ്യാർത്ഥി നമുക്കെടുക്കാം. അങ്ങനെ ഒരു വിദ്യാർത്ഥി വരികയാണെങ്കിൽ ആദ്യത്തെ 3-4 വർഷങ്ങൾ നമ്മൾ ചിലവഴിക്കുന്നത് പല ഭാഷകൾ പഠിപ്പിക്കുന്നതിനും ഒരു സെമിനാരിയിൽ പഠിക്കുന്നതിന് ആവശ്യമായ ഒരു ആത്മീയ ഒരുക്കം കൊടുക്കുന്നതിനുമൊക്കെ ആയിട്ടാണ്. ആ 4 വർഷം കഴിയുമ്പോൾ ഏതാണ്ട് ഇംഗ്ലീഷ് നല്ലതുപോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാവീണ്യം അവർ നേടിയിരിക്കും. അതുപോലെ തന്നെ മാതൃഭാഷയിൽ സ്കൂളിലൊക്കെ ഇപ്പോൾ പഠിച്ചിട്ട് വരുന്ന കുട്ടികളുടെ പലരുടെയും കാര്യം നമുക്കറിയാമല്ലോ, മാതൃഭാഷ അറിയില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ ആ 3-4 വർഷം കൊണ്ട് മാതൃഭാഷ നല്ലതുപോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പരിശീലനം നമ്മൾ കൊടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെമിനാരിക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം വെളിയിലിറങ്ങിയാൽ ആ ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ കണക്കിന് അത്യാവശ്യം നമ്മുടെ ആരാധനാക്രമം, ആത്മീയതയെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ, അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇതൊക്കെ അവിടെ നടക്കും. ഇതിങ്ങനെ 3-4 വർഷങ്ങൾ അങ്ങ് പോകുന്നു. അങ്ങനെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് മനസ്സൊക്കെ കുറച്ചൊന്ന് ഡെവലപ്പായി അല്പം വിശാലമായ കാഴ്ചപ്പാടിലേക്ക് വരാൻ പ്രാപ്തമാകുന്നു എന്ന് കാണുമ്പോൾ ഈ ആളിനെ തത്വശാസ്ത്രം പഠിക്കാനായിട്ട് വിടും. സാധാരണഗതിയിൽ 3 വർഷമാണ് തത്വശാസ്ത്രത്തിന് വേണ്ടുന്നത്. തത്വശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ദൈവശാസ്ത്രം പഠിക്കുന്നുള്ള ഒരുക്കമാണ്. അപ്പോൾ ശരിയായ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലമില്ലാത്ത ആളിന് ദൈവശാസ്ത്രം മനസ്സിലാക്കാനായിട്ട് സാധ്യമല്ല. അങ്ങനെ 3 വർഷം തത്വശാസ്ത്രം പഠിച്ചു കഴിയുമ്പോൾ ഓൾറെഡി 7 വർഷങ്ങളായി. ഇത് കഴിയുമ്പോൾ ഏതാണ്ട് 21 വയസ്സോളം ആവും. 21-22 വർഷം എന്നൊക്കെ കൂട്ടാം. അത് കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഇനി അടുത്തെന്ത്, ദൈവശാസ്ത്രത്തിന് പോകണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കാനും, എന്താണ് നമ്മുടെ ഇടവുകളിലും നമ്മുടെ സഭയിലൊക്കെ നടക്കുന്നത് എന്നൊക്കെ അറിയുന്നതിനുള്ള ഒരു പ്രായോഗിക പരിശീലന വർഷം എന്ന രീതിയിൽ റീജൻസി എന്ന് നമ്മൾ പറയുന്ന ഒരു വർഷക്കാലമുണ്ട്. ചെയ്യുന്നത് ഒന്നുകിൽ നമ്മുടെ വികാരിയച്ചന്മാരോടുകൂടി എവിടെങ്കിലും ഒരു വർഷം അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അവിടെ നടക്കുന്ന പരിപാടികളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ശമാശന്മാർക്ക് നാളെ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ മിനിസ്ട്രി എന്താണ് എന്നുള്ള ഒരു നേർക്കാഴ്ച അവിടെ ലഭിക്കുക. ഇത്രയും കഴിയുമ്പോൾ അവർ സ്വയമായി ഒരു തീരുമാനം എടുക്കാൻ പ്രാപ്തരാകും. ഇനി എൻ്റെ പരിശീലനം മുമ്പോട്ട് കൊണ്ടുപോകണോ,
ഞാൻ തീർച്ചയായിട്ടും ഒരു വൈദികനാകണോ എന്നുള്ള ഒരു തീരുമാനം അവർക്ക് തന്നെ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ ഒരു സെൽഫ് ഫോർമേഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇത്രയും വർഷം നടക്കുന്ന സെൽഫ് ഫോർമേഷൻ കൊണ്ട് ഈ ഒരു 22 വയസ്സ് 23 വയസ്സാകുമ്പോൾ ക്ലിയറായി ഞാൻ എന്തുമാത്രം ഈ വിളിയിൽ ഉറച്ചിട്ടുണ്ട്, എത്രമാത്രം അർത്ഥവ്യാപ്തിയോടുകൂടി എനിക്കിത് ജീവിക്കാൻ സാധിക്കുന്ന അവർക്ക് തന്നെ അറിയാം. അങ്ങനെ ഉറച്ച് നിൽക്കുന്ന ശമ്മാശന്മാർക്ക് നമ്മൾ വൈദിക വസ്ത്രം കൊടുത്തിട്ട് അവരെ അടുത്ത് ദൈവശാസ്ത്ര പഠനത്തിലേക്ക് വിടുകയാണ്. 4 വർഷമാണ് സാധാരണഗതിയിൽ, 3.5-4 വർഷം ആണ് ദൈവശാസ്ത്രത്തിനെടുക്കുന്നത്. ഇവിടെയാണ് സത്യത്തിൽ നമ്മുടെ കൂദാശകളുടെ പഠനങ്ങളും വിശുദ്ധ കുർബാനയുടെ പഠനങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഠനവും സഭാ ചരിത്രത്തിൻ്റെ പഠനം, സഭാ നിയമത്തിൻ്റെ പഠനം, ഇതൊക്കെ വരുന്നത് ഇവിടെയാണ്, ഈ 4 വർഷങ്ങൾ. അപ്പോൾ ആദ്യത്തെ ആ ശക്തമായൊരു ഭാഷയുടെ അടിത്തറയില്ല എങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കില്ല. തത്വശാസ്ത്രത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ദൈവശാസ്ത്രം പഠിക്കാനായിട്ട് അവർക്ക് സാധ്യമല്ല. ഇത് രണ്ടും ഉള്ളവർക്കാണ് ദൈവശാസ്ത്രം ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കുന്നത്. ആ ദൈവശാസ്ത്രം പഠിക്കുക എന്ന് പറയുന്നത് വെറും ആശയ സംഹിതകളുടെ വെളിച്ചത്തിലല്ല, മറിച്ച് നമ്മുടെ ആരാധനാക്രമത്തിൻ്റെയും സഭാ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെയും വെളിച്ചത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സഭയുടെ ചരിത്രം അറിയണം, സഭയുടെ നിയമം അറിയണം, വിശ്വാസം എന്താണ്, ശരിയായ വിശ്വാസം എന്താണ്. പ്രത്യേകിച്ച് ഒരുപാട് അബദ്ധ ധാരണകളൊക്കെ ഉള്ള കാലഘട്ടമാണല്ലോ. അപ്പോൾ യഥാർത്ഥ വിശ്വാസം എന്താണെന്നറിയണം. നമ്മുടെ ദൈവജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അറിയണം. ഇതൊക്കെ അറിയണമെങ്കിൽ വിശദമായ ഒരു പഠനം ആവശ്യമാണ്. 4 വർഷം അത് ഒട്ടും കൂടുതലല്ല. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ 12 വർഷങ്ങളായി. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദ്യത്തിൻ്റെ ആദ്യത്തിലേക്ക് വന്നാൽ വിശുദ്ധ കുർബാനയും കൂദാശകളും നടത്താനാണോ പഠിക്കുന്നത് വെച്ചാൽ അത് തന്നെയാണ്. പക്ഷേ അത് ശരിയായ രീതിയിൽ അതിൻ്റെ അർത്ഥവ്യാപ്തിയിൽ ഉൾക്കൊണ്ട് അത് ദൈവജനത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൂദാശകൾ പരിക്രമം ചെയ്യാനും ദൈവവചനം പറഞ്ഞു കൊടുക്കാനും സാധ്യമാകണമെങ്കിൽ ഈ പരിശീലനം കൃത്യമായിട്ട് ലഭിച്ചാലേ സാധ്യമാകും. അച്ഛാ, സഭയുടെ ഹൃദയമാണ് സെമിനാരി. എന്നാൽ സെമിനാരി എന്നൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ഫോർമേഷനാണ്, വളരെ സ്ട്രിക്റ്റാണ്, മാനുഷികമായ സ്വാതന്ത്ര്യമില്ല, അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സെമിനാരിയുടെ റെക്ടർ എന്ന നിലയിൽ അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? സ്വാതന്ത്ര്യം ഇല്ലെന്ന് മാത്രമല്ല, മനുഷ്യാവകാശം ഇല്ല എന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടമാണ്. സെമിനാരിയുടെ പടിയോ ഒരാശ്രമത്തിൻ്റെയോ പള്ളിയുടെയോ ഒരു മഠത്തിൻ്റെ ഒന്നും പടികൾ പോലും കാണാത്ത ആളുകൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് മനുഷ്യാവകാശം ഇല്ലാത്ത സ്ഥലമാണെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത്, ഒരാഴ്ച നമ്മുടെ സെമിനാരിയിലോട്ട് വരിക, വന്ന് താമസിക്കുക, വെൽക്കം, യു ആർ വെൽക്കം, എന്നിട്ട് ഇത് കണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ അതേക്കുറിച്ചുള്ള പ്രതികരണം എന്താണെന്നുള്ളതാണ്. എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. ഉത്തരവാദിത്വം മനസ്സിലാക്കി അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള അവകാശവും സംവിധാനവുമാണ് സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെമിനറിയിലും അതിനുശേഷവും ധാരാളമുണ്ട്. നേരെ മറിച്ച് എനിക്കെന്തും ചെയ്യാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്ന് ഞാൻ കരുതുകയാണെങ്കിൽ അത് ഇല്ല. അതിവിടെ നിന്നല്ല, ഒരിടത്തുമില്ല. റോഡിലിറങ്ങി എനിക്കിഷ്ടമുള്ളതുപോലെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് റോഡിൽ സ്വാതന്ത്ര്യമില്ല എന്ന് ഞാൻ പറയാൻ പറ്റുമോ? ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാമല്ലോ. നമ്മുടെ പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, അവരോട് ചേർന്ന് മന്ത്രിസഭാ അംഗങ്ങളുണ്ട്. ഇവരെല്ലാം ഒരുപാട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ സ്വാതന്ത്ര്യം ഒരു ചുറ്റുപാടിനകത്ത് ഒതുങ്ങി നിൽക്കണം. എങ്ങനെ? ഭരണഘടന എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നിൽക്കണം. അങ്ങനെയാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മന്ത്രിമാരാരെങ്കിലും പറയുകയാണ് ഈ ഭരണഘടന ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനെന്തർത്ഥമാണുള്ളത്? ഭരണഘടനയുടെ വെളിച്ചത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സ്വാതന്ത്ര്യം. സെമിനാരിയിലെ സ്വാതന്ത്ര്യം എന്താണ്?
ദൈവവിളി എന്താണ് എന്ന് മനസ്സിലാക്കി, ഒരു ആത്മീക മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മനസ്സിലാക്കി ആ ഉത്തരവാദിത്വം ജീവിക്കാൻ തക്കമുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. അത് സെമിനാരിയെക്കുറിച്ച് അറിയാവുന്ന ആരും അത് പറയാറില്ല. പിന്നെ അടുത്ത കാലത്തൊക്കെ ഇത് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞു വിടുന്നത് എല്ലാവരും ഏറ്റുപാടുന്നു എന്നുള്ളതാണ്. പിന്നെ പല കാരണങ്ങളാൽ ഈ സമർപ്പിത ജീവിതത്തിൽ പരാജിതരായ ഏതാനും ചില ആളുകളുണ്ട്. പല കാരണങ്ങളാൽ അവരുടെ പരാജയം പറയാനുള്ള ആ ഒരു ധൈര്യക്കുറവ് കൊണ്ട് ഒരു സംവിധാനത്തെ പഴിചായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. സെമിനാരിയിൽ ഫ്രീഡമില്ല, ആശ്രമത്തിൽ ഫ്രീഡമില്ല, മഠങ്ങളിൽ ഫ്രീഡമില്ല, സഭയിൽ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്നുള്ളത്. അല്ലാതെ അതിനകത്ത് ആ ആരോപണത്തിൽ വലിയ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉത്തരവാദിത്വം മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാനുള്ള സംവിധാനങ്ങളാണോ ധാരാളമായിട്ടുണ്ട്. അച്ഛാ, ഇത് ലോക്ക്ഡൗണിൻ്റെ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് എല്ലാവരും കൃഷിയിലേക്ക് ഒക്കെ മടങ്ങുന്ന ഒരു കാലഘട്ടം. മലങ്കരയിലെ എല്ലാ പുണ്യപിതാക്കന്മാരും കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു. ദൈവദാസൻ മറിവാനിസ് പിതാവ് എല്ലാ തരത്തിലും തൻ്റെ ആദ്യ ആശ്രമത്തിൽ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യം വളരെ ശ്രദ്ധ കൊടുത്തു. അത് പാവങ്ങളിലേക്ക് ആ കാർഷിക വിളവുകൾ എത്തിക്കാനായിട്ട് ശ്രമം നടത്തി. പ്രത്യേകിച്ച് പുണ്യപിതാവായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, മലങ്കര മേജർ സെമിനാരിയുടെ സ്ഥാപകൻ എന്ന് പറയാം. തിരുമേനി അക്ഷരാർത്ഥത്തിൽ ഒരു കൃഷിയുടെ ഒരു സഞ്ചരിക്കുന്ന ഡിക്ഷണറിയോ എന്താ പറയുക ലൈബ്രറി തന്നെയായിരുന്നു. എത്രമാത്രം കൃഷിയുമായി ലോകത്ത് എവിടെ പോയാലും ഏതെങ്കിലും ഒരു ചെടിയുടെ വിത്ത് തൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന തിരുമേനി. സിറി തിരുമേനിയും അതുപോലെ തന്നെയാണ്. പരിശുദ്ധ ബാവ തിരുമേനി നിലയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും. അഭിമന്യ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക തിരുമനസ്സുകൊണ്ട് ഇടയലേഖനം തന്നെ ഇറക്കി ഇടവകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തരിശ് സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്യണമെന്ന് നേരിട്ട് ഉദ്ബോധിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലങ്കര മേജർ സെമിനാരിലെ സെമിനാരി വിദ്യാർത്ഥികൾ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു ആധ്യാത്മികത എങ്ങനെയാണ് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്യുന്നത്? അച്ഛൻ വളരെ ക്ലിയറായിട്ട് അത് എടുത്തു പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഈ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിന്ന് പ്രകൃതിയോട് ചേർന്ന് ഇണങ്ങി ജീവിക്കുന്ന ഒരു ജീവിതചര്യ രൂപപ്പെടുത്തിയെടുക്കണം എന്ന് പറഞ്ഞു. കൃഷി എന്ന് മാത്രമല്ല, അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: പ്രകൃതിയോട് നമ്മൾ എത്രയും ചേർന്ന് നമ്മൾ ഈ മണ്ണിൻ്റെ മക്കളാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ജീവിക്കണം. ഈ പ്രകൃതിയെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിക്കുക, അതുപോലെ ഇതിനെ വളർത്തുകയും ചെയ്യുക, ഇതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ പിതാക്കന്മാരെല്ലാം തുടക്കകാലം മുതൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ലോക്ക്ഡൗൺ കാലത്ത് പിന്നെ ഇത് കുറേ കൂടെ പ്രാവർത്തികമാക്കാനുള്ള സമയം നമുക്ക് കിട്ടി. നമ്മുടെ പിതാക്കന്മാർ അത് ശരിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി അദ്ദേഹം തന്നെ നേരിട്ട് ഇടയലേഖനം കൊടുക്കുക മാത്രമല്ല, നേരിട്ട് അരമനയുടെ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്നതും ഒക്കെ നമ്മളെല്ലാം കണ്ടതാണ്. ഇത് എല്ലാ വൈദികരും കണ്ടുപഠിച്ചു. പിതാക്കന്മാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ കണ്ടുപഠിച്ചു. സെമിനാരിയിലും അത് തന്നെ നടന്നു. അപ്പോൾ ഒന്നാമത് നമ്മൾ സെമിനാരി കൊടുത്ത പരിശീലനത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം എന്താണെന്ന് ചോദിച്ചാൽ, സെമിനാരിക്കകത്തും പുറത്തും നമ്മുടെ ജനങ്ങളിൽ വലിയ ഒരു പക്ഷം കൃഷിക്കാരാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കണം, അവരോട് ചേർന്ന് നിൽക്കണം. അവരധ്വാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം എന്ന ഒരു ചിന്തയിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ക്രമീകരിച്ചത്. പ്രത്യേകിച്ച് ഒരു 6-7 ഏക്കർ നമ്മൾ വാഴ കൃഷിയും കപ്പ കൃഷിയും മറ്റതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇപ്പോൾ അതുകൊണ്ട് ശമാശന്മാരോട് ഒരു കൃഷിക്കാരൻ എന്തൊക്കെ വേദനകളാണ് അനുഭവിക്കുന്നത്, മഴയില്ലാതാകുമ്പോൾ, കാറ്റടിക്കുമ്പോൾ, മഴ കൂടുതൽ പെയ്യുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുമെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമ്മുടെ ശമാശന്മാർ പറയും. ഈ കഴിഞ്ഞ ഒരു വലിയ കാറ്റിൻ്റെ അനുഭവം നമുക്കൊരു 2 മാസം മുമ്പ് ഉണ്ടായല്ലോ. ശമാശന്മാരെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മുടെ കൃഷിക്കാർക്കും നമ്മുടെ ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കടന്നു പോകണം. കാരണം ഈ കൃഷിക്കാർ എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ടെന്നും ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ എന്ത് നഷ്ടം അവർക്ക് സംഭവിക്കുന്നുണ്ടെന്നും വ്യക്തിപരമായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു 6-7 ഏക്കറിൽ നമ്മൾ വിശാലമായ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി.
അച്ഛൻ മേജർ സെമിനാരിയുടെ ഇപ്പോഴത്തെ ആ നിലയിൽ എത്ര വൈദിക വിദ്യാർത്ഥികളാണ് സെമിനാരിയിലുള്ളത്, എത്ര അധ്യാപകർ നിലവിലുണ്ട്? അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ആരംഭത്തിൽ നമ്മുടെ സെമിനാരി വിദ്യാർത്ഥികൾ മറ്റ് സെമിനാരിലൊക്കെ വിട്ടപ്പോൾ അവരുമായിട്ടുള്ള ഒരു സംസ്കാരമൊക്കെ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മറ്റ് ലിറ്റർജികൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സെമിനാരിയിൽ ഇത് പഠിപ്പിക്കുന്നത്? ഇപ്പം നമുക്ക് 130 ശമാശന്മാരാണ് മൊത്തത്തിലുള്ളത് തിയോളജി പഠിക്കുന്നവരായിട്ട്. പിന്നെ ഓരോ രൂപതകളിലുള്ള ഫിലോസഫി പഠിക്കുന്നവർ വേറെയുണ്ട്, മൈനർ സെമിനാരിക്കാർ വേറെയുണ്ട്, റീജൻസിക്കാർ വേറെയുണ്ട്. തിയോളജി പഠിക്കുന്നവരായിട്ട് ഇപ്പം നമുക്ക് 130 പേരുണ്ട്. 12 ബഹുമാനപ്പെട്ട വൈദികരും സെമിനാരിലുണ്ട് റെസിഡൻറ്റ് പ്രൊഫസേഴ്സായിട്ട്. പിന്നെ മറ്റനേകം വൈദികരും അൽമായ സഹോദരങ്ങളും പുറത്തുനിന്ന് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ പാഠ്യപദ്ധതിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പങ്കാളിത്തം ഇതിൽ ആവശ്യമുണ്ട്. ഒരുപാട് പ്രൊഫസേഴ്സ്, ഒരു 10-35 പ്രൊഫസേഴ്സെങ്കിലും വെളിയിൽ നിന്ന് വരികയും പല കാര്യങ്ങളും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, നേരത്തെ മറ്റ് സെമിനാരികളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റ് ആരാധനാക്രമത്തെക്കുറിച്ചൊക്കെ പഠിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്, ഇപ്പോഴും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ റെസിഡൻറ്റ് പ്രൊഫസേഴ്സിൻ്റെ കൂട്ടത്തിൽ ലത്തീൻ സഭയിൽപ്പെട്ട ഒരു വൈദികനുണ്ട്, സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരു വൈദികനുണ്ട്. ഇവരൊക്കെ അവരുടെ ആരാധനാക്രമത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമുള്ള അറിവ് നമ്മുടെ ശമാശന്മാർക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ 2 ആഴ്ചയും കൂടുമ്പോൾ അവരുടെ ആരാധനാക്രമം, ലത്തീൻ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ സീറോ മലബാർ വിശുദ്ധ കുർബാന നമ്മുടെ സെമിനാരിയിൽ നടത്തും. അങ്ങനെ ശമാശന്മാർക്ക് ഡയറക്റ്റായിട്ട് അത് കാണുന്നതിനും പരിശീലിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് അച്ഛൻ വന്നതിലും മലങ്കര സെൻറ്റ് മേരീസ് മേജർ സെമിനാരിയെക്കുറിച്ചും പരിശീലന കാലഘട്ടത്തെക്കുറിച്ചും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി പറഞ്ഞു തന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി.